ഹായ് ഓൾ അസ്സലാമു വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരവും എളുപ്പത്തിലും വീട്ടിൽ തയ്യാറാക്കാവുന്നതുമായ ഒരു സ്പെഷ്യൽ ബീഫ് റെസിപ്പിയാണ്. സാധാരണ ചേരുവകൾ മാത്രം ഉപയോഗിച്ച് നല്ല അടിപൊളി രുചിയിൽ ഇത് തയ്യാറാക്കാം. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നെയ്ച്ചോറിനും സാധാരണ ചോറിനും ഒപ്പം കഴിക്കാം. ഇത് ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് ഇന്നത്തെ രുചികരമായ ബീഫ് റെസിപ്പി തയ്യാറാക്കി തുടങ്ങാം. ആദ്യം തന്നെ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് 1 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകിയിട്ട് ഇതുപോലെ ചെറുതായി കട്ടാക്കി എടുക്കാം. ഇനി കുക്കറിലോട്ട് ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ മുളക് പൊടിയുടെ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ചേർത്തി കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തി കൊടുക്കാം. ഇനി കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് നമ്മുടെ ബീഫിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാൻ നോക്കുക കേട്ടോ. എന്നാലേ ഉള്ളൂ നമ്മുടെ ബീഫിൽ നന്നായിട്ട് നല്ല ടേസ്റ്റ് രൂപമായിട്ട് നമുക്ക് റെഡിയായി കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ബീഫിൽ നിന്ന് വെള്ളം കുറച്ച് ഇറങ്ങി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്തി കൊടുക്കണം കേട്ടോ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം വെള്ളം മാത്രമാണ് ഞാനിവിടെ ഒഴിച്ചെടുക്കുന്നത്. ഇനി നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ എനിക്കൊരു 5 വിസിലടിച്ചപ്പോൾ തന്നെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ വേവ്. പിന്നെ അതുപോലെ തന്നെ ബീഫ് കേട്ടോ, ചില ബീഫുകൾ നല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുക. ആ ടൈം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് 2 നല്ല പഴുത്ത തക്കാളി കട്ടാക്കിയിട്ട് ചേർത്തി കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒരു ലേശം പുതിയില ചേർത്തി കൊടുക്കാം. അതിൻ്റെ ഇരട്ടിയായിട്ട് മല്ലിയിലയും കൂടി ചേർത്തി കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തത്. അത് വീഡിയോ സ്കിപ്പായതാണ്. അതുപോലെ തന്നെ 2 ചെറിയൊരു സവാള പൊടിയായി അരിയുക. പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയും ഒരു 6-8 വെളുത്തുള്ളി അല്ലി ഇട്ടോ. പിന്നെ അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായി കട്ടാക്കി എടുക്കാം. അതവിടെ ആയിരിക്കുമ്പോഴേക്കും കുക്കറൊക്കെ ഇറക്കെ പോയി തുറന്ന് നോക്കിയപ്പോൾ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ട് കേട്ടോ. ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അത് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം. ഇനി ബീഫൊക്കെ നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ അതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും ഒരു മസാലയും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തി കൊടുക്കുന്നത്. 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1 ടീസ്പൂണോളം മൈദപ്പൊടി 2 ടീസ്പൂണോളം കോൺഫ്ലോർ ആണ് ചേർത്തി കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്തി കൊടുത്തിട്ട് 1/2 ടീസ്പൂണോളം നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചതാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂണോളം വിനാഗിരിയും ചേർത്തി കൊടുക്കാം. അപ്പോൾ വിനാഗിരിയുടെ പകരം നാരങ്ങ നീരും ചേർത്തി കൊടുക്കാം. പിന്നെ സ്റ്റോക്കാക്കി വെച്ച് നമ്മുടെ ബീഫിലുള്ള വെള്ളം ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ നമുക്ക് മിക്സാക്കി എടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണോളം നമ്മളെ വെളുത്ത എള്ളും കൂടി ചേർത്തി കൊടുക്കാം. അത് ഓപ്ഷനിലാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർത്തി കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി നന്നായി മിക്സാക്കിയതിന് ശേഷം ബീഫ് കഷ്ണങ്ങളും കൂടി ചേർത്തി കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. ഓരോ കഷ്ണത്തിലും മസാല ഒരുപോലെ പിടിക്കണം കേട്ടോ. അപ്പോഴാണ് പാകം ചെയ്ത ശേഷം നല്ല രുചി കിട്ടുക. കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ യോജിപ്പിച്ച് എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. ഇനി ഇത് കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10 മിനിറ്റോളം വെച്ചാൽ മതി. കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 30 മിനിറ്റോളം വെക്കാവുന്നതേ ഉള്ളൂ. ഒരു 10 മിനിറ്റിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ലേശം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതിലോട്ട് ബീഫ് കഷ്ണങ്ങൾ ചേർത്തി കൊടുക്കാം. ഓൾറെഡി ബീഫ് നമ്മൾ വേവിച്ചെടുത്തത് കാരണം പുറമേയുള്ള ആ ഒരു മസാല ആ എണ്ണയിൽ കടന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈസിയാണ്, പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടും. ചെറുതായിട്ട് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് കോരിയെടുക്കാം. അങ്ങനെ മുഴുവനായ ബീഫും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പതിവ് ബീഫ് റെസിപ്പികളിൽ നിന്ന് ഒന്ന് മാറി വ്യത്യസ്തമായ ഒരു രുചി ആസ്വദിക്കണമെങ്കിൽ ഈ റെസിപ്പി തീർച്ചയായും പരീക്ഷിക്കണം. ബീഫൊക്കെ നന്നായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി കോരി മാറ്റാട്ടോ. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടേ. ഒരുപാട് നേരം ബീഫ് എണ്ണയിൽ കടന്ന് മൂപ്പിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ബീഫ് നല്ല ഹാർഡായിരിക്കും. അപ്പോൾ കഴിക്കാനും അത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കത്തില്ല.
ഇനി സെയിം പാനിൽ തന്നെ നമുക്ക് ആ ഓയിൽ ബാക്കി ഉണ്ടാകുമല്ലോ, അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് ബ്രൗൺ കളറായിരിക്കും വരെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ പൊടിയായി അരിഞ്ഞ സവാള ഉണ്ടല്ലോ, അതും കൂടി ചേർത്തി കൊടുത്തിട്ട് വീണ്ടും മിക്സാക്കി എടുക്കാം. അപ്പോൾ പൊടിയായി അരിഞ്ഞത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ വഴഞ്ഞ് കിട്ടും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മസാല. ഒന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളറൊക്കെ ഒന്ന് കളർ ചേഞ്ച് വരുമല്ലോ, ആ ഒരു ചേഞ്ച് വരുമ്പോഴേക്കും നമ്മൾ തക്കാളിയൊക്കെ പേസ്റ്റാക്കി വെച്ചതുണ്ടല്ലോ അതും കൂടിയും ചേർത്തി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചച്ചോയ മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തി കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി വന്ന കുറച്ചും കൂടി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് പറഞ്ഞാൽ 1 ടീസ്പൂണോളം വെളുത്ത എള്ളും പിന്നെ ഒരു പിടി മല്ലിയിലയും ചേർത്തി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഈ മസാലയിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ, അപ്പോൾ ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം. ഇനി വീണ്ടും മിക്സാക്കി എടുക്കാം. ഇനി എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കുക. അപ്പോൾ എരിവ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി കുരുമുളക് പൊടിയാണ് ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബീഫ് കഷ്ണങ്ങൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഉണ്ടല്ലോ അതും കൂടി മുഴുവനായിട്ട് ചേർത്തി കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ബീഫിൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് തന്നെ പിടിച്ചിരിക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒന്ന് മൂടി വെക്കാം. ഒരു 2 മിനിറ്റോളം മൂടി വെച്ചാലേ ഉള്ളൂ കേട്ടോ ഇത് നന്നായിട്ട് സെറ്റായി വരുള്ളൂ. അപ്പോൾ അതുവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ആക്കാം. ഇതാട്ടോ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇതാ തുറന്ന് നോക്കിയപ്പോൾ അടിപൊളി ഇതാ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ലേശം കൂടി മല്ലിയില പുറത്ത് നമുക്ക് ഒന്ന് വിതറി കൊടുക്കാം. ഇനി സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നോക്കൂ, ബീഫിൻ്റെ നിറവും മസാലയുടെ കോട്ടിങ്ങും തന്നെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. കണ്ടാൽ തന്നെ വായിൽ വെള്ളമുറും. ഓരോ കഷ്ണവും നല്ല ജ്യൂസിയും നിറയെ രുചിയും നിറഞ്ഞതാണ്. ഒരു കഷ്ണം കഴിച്ചാൽ പിന്നെയും കഴിക്കാൻ തോന്നുന്ന അത്രയും കിടിലൻ ടേസ്റ്റാണ്. ചൂടോടെ വിളമ്പിയ രുചി പിന്നെയും ഇരട്ടിയാകും. നിങ്ങൾ എല്ലാവരും ഒരിക്കൽ തീർച്ചയായും തയ്യാറാക്കി നോക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് റെസിപ്പി ഇവിടെ തയ്യാറി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ. ഉണ്ടാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുതേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള എളുപ്പവും രുചികരവുമായ റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.